ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 36. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1 അനുവാകം 4 സൂക്തം 14. ഇതിലെ ദേവത വിശ്വദേവന്മാരാണ്, വിശ്വത്തിലെ ദേവന്മാരാണ്. ദേവതകൾ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അതെല്ലാം ദേവതകളാണ്, അതൊന്നും ഈശ്വരനല്ല. ദേവതകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ദേവതകൾ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്, പക്ഷെ എല്ലാം നമുക്ക് ആവശ്യമില്ല. പക്ഷേ ചിലതെല്ലാം നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതുണ്ട്. ഉദാഹരണമായിട്ട് ദാഹം വരുമ്പോൾ നമ്മളെ സഹായിക്കുന്ന വെള്ളമാണ്, വിശപ്പുള്ളപ്പോൾ ഭക്ഷണമാണ്. അതെല്ലാം ദേവതകളാണ്, നമ്മളെ സഹായിക്കുന്ന ദേവതകളാണ്. വീട് കെട്ടണ്ടിക്ക് കല്ല്, മണ്ണ്, സിമെൻ്റ് എല്ലാം ദേവതകളാണ്. അങ്ങനെ അദൃശ്യമായ ചില ബലങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം ദേവതകളാണ്. നമ്മൾ ശക്തി ഉപയോഗിക്കുമ്പോൾ ആ ബലം ദേവതയാണ്. എന്തൊക്കെ നിർമ്മിക്കുമ്പോൾ അത് സൃഷ്ടിക്ക് സഹായിക്കുന്ന ആ ശക്തി വിശേഷം ദേവതയാണ്. സംരക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും പൊളിച്ച് നശിപ്പിക്കണ്ടിക്ക് നമ്മൾ അപ്പോൾ ഉപയോഗിക്കുന്ന ബലത്തെ സംഹാരം എന്ന് പറയും. ഇങ്ങനെ നമ്മളിപ്പോൾ കർമ്മം എന്തൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു കർമ്മത്തിന് വേണ്ടി, അതായത് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അത്തരം കർമ്മങ്ങളിൽ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ചില ദേവതകളെയാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ മുമ്പ് ഇന്ദ്രനെയെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ശക്തി, അഗ്നി, ഊർജമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള കുറേ ദേവതകളെ പറയാൻ പോവുകയാണ്. അതിൽ കണ്വനാണ്, മേധാതിഥി കണ്വനാണ് പറയുന്നത്. അതുകൊണ്ട് കണ്വനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം. ഒന്നാമത്തെ മന്ത്രത്തിൽ ഋഗ്വേദം മണ്ഡലം 1 അനുഭാഗം 4 സൂക്തം 14-1. ഋഷി മേധാതിഥി കണ്വൻ, ദേവത വിശ്വദേവന്മാർ. ഛന്ദസ് ഗായത്രി. ഏഭിരഗ്നേ ഭോഗിരോ വിശ്വേഭി സോമപീതയേ ദേവേഭിര്യാഹി യക്ഷിചാം. ദേവപൂജ നടക്കുന്ന ഞങ്ങളുടെ യജ്ഞത്തിൽ അഗ്നി ദേവതകളോടുകൂടി സോമരസം പാനം ചെയ്യാൻ വന്ന് ഞങ്ങളുടെ സ്തുതിയും പൂജയും സ്വീകരിക്കട്ടെ. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ അഗ്നിയെയാണ് വിളിക്കുന്നത്. അഗ്നിയോട് പറയുകയാണ്, നീ മറ്റുള്ള ദേവതകളോടൊത്ത് സോമം പാനവം ചെയ്യുവാൻ വരുക. സോമം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്. സോമം എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും, സോമരസം എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണമായി ശുദ്ധീകരിച്ച സത്ത എന്നും കരുതണം. അതുകൊണ്ടാണ് സോമരസം എന്ന് പറയുന്നത്. സോമം നമ്മൾ അരി, ചോറുണ്ടാക്കാൻ അരി, വെള്ളം ഇതെല്ലാം കൊടുക്കുന്നത് ഇൻപുട്സ് ആണ്. അതിനാണ് സോമം എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ രസം എന്ന് പറയുമ്പോൾ നമ്മളെ പ്യുവറായിട്ടുള്ള സാധനം കൊടുക്കുക, ശുദ്ധമായിട്ട് കൊടുക്കുക. ഉദാഹരണമായിട്ട് നമ്മൾ എന്തെങ്കിലും നീരെല്ലാം കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നീരിൽ പൊടിയെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പം തേങ്ങ തന്നെ ഇടാം, ചിരവിക്ക്. അല്ലെങ്കിൽ അതിൻ്റെ നീരെടുത്തിട്ട് കൊടുക്കാം, അതുകൊണ്ട് പിഴിഞ്ഞെടുത്തിട്ട് ചണ്ടിയെല്ലാം കളഞ്ഞിട്ട് കൊടുക്കാം. അപ്പം രസമായി. അപ്പം ഈ ശുദ്ധമായ സോമരസത്തെ പാനം ചെയ്യുവാനായി അഗ്നിയോടും മറ്റുള്ള ദേവതകളോടും ഈ കർമ്മത്തിൽ എന്തെല്ലാമാണോ പങ്കെടുക്കുന്നത് അവരെല്ലാം കൂടിയിട്ട് വരണം. എന്നിട്ട് രസം പാനം ചെയ്യണം. അതിൻ്റെ സത്ത അവരാണ് സ്വീകരിക്കുന്നത്. നമ്മളൊരു സിസ്റ്റത്തിന് കൊടുക്കുമ്പോൾ അവരാണ് സ്വീകരിക്കുക, അവരതെല്ലാം എടുക്കും. പിന്നെ നമുക്ക് വേറെയാ തരുക, ആ അർത്ഥത്തിലെടുക്കണം. കാരണം ഒരു സിസ്റ്റത്തിന് നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം അതെടുത്തിട്ട്, മോഡേൺ സയൻസിൽ അങ്ങനെ കണക്കാക്കുക. ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിൽ ഇൻപുട്ട് കൊടുത്താൽ സിസ്റ്റം അതെടുത്തിട്ട് നമുക്ക് വേറൊരു സാധനമാണ് തരിക. അതിനാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന അരിയായാലും വെള്ളമെല്ലാം ആ സിസ്റ്റം എടുത്തിട്ട്, സിസ്റ്റത്തിൽ ആരാണ് ആക്ട് ചെയ്യുന്നത്? കുറേ ദേവതകൾ. അതിനെ കൺവേർട്ട് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്നത് അതാണ്
അഗ്നിയെല്ലാം കൂടിയിട്ട് ആ ദേവതകളെല്ലാം അത് എടുത്തിട്ട് രസം പാനം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിൽ എടുക്കണം. എന്നിട്ട് ഇവിടെ എന്ത് പറയുന്നു, അതിനു വേണ്ടി വരാൻ പറയുകയാണ്. എന്നിട്ട് നമ്മളുടെ സ്തുതി കേൾക്കുക. അപ്പം നമ്മൾ അതിനെയാണ് പൂജിക്കുന്നത്. ഈ അഗ്നിയെല്ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനോട് വേണ്ടതല്ല അതിനെ തൃപ്തിപ്പെടുത്താൻ കൊടുക്കുകയാണ് അഗ്നിക്ക്. അഗ്നി ആ ചോറാക്കണ്ടിക്കൽ അഗ്നിക്ക് വെള്ളം കൊടുക്കണം, അരി കൊടുക്കണം, എങ്കിലേ അതെടുത്തിട്ട് എന്താക്കി തരുള്ളൂ, ചോറാക്കി തരുകയുള്ളൂ. അപ്പോൾ നമ്മൾ വേണ്ടതെല്ലാം അതിന് കൊടുക്കുകയാണ്. എങ്ങനെ? സ്തുതിയോടുകൂടി. സയൻസിൻ്റെ അടിസ്ഥാനം. സ്തുതി വേദമന്ത്രങ്ങൾ സയൻസിൻ്റെ അടിസ്ഥാനം. വേദം എന്ന് പറഞ്ഞാൽ സയൻസ് പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ. മോഡേൺ സയൻസും ആകാം. ചോറ് വെക്കുമ്പോൾ പാചക വിധിയുണ്ട്. ആ വിധിയുടെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറിപ്പടി ഉണ്ടല്ലോ, ആ കുറിപ്പടിയുടെ അടിസ്ഥാനത്തിൽ അത് തന്നെയാണ് സ്തുതി കൊടുക്കുക. അത് നിങ്ങളെ പ്രാപിക്കുന്നു. ഏത് ഈ പറയുന്ന സ്തുതികളും സോമവും എല്ലാം നിങ്ങളെയാണ് പ്രാപിക്കുന്നത്. അത് നിങ്ങൾക്കാണ് തരുന്നത്. നിങ്ങളത് ആ സിസ്റ്റത്തിനാണ് കൊടുക്കുന്നത്. ആ സിസ്റ്റം എന്ത് ചെയ്യും, ഞങ്ങളുടെ യജ്ഞത്തിൽ ദേവപൂജ നടത്തട്ടെ, എന്നിട്ട് അതിനെയെല്ലാം ആ വസ്തുക്കളെയെല്ലാം അതിനെ പൂജ നടത്തട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ അകത്തൊരു കർമ്മം നടക്കുന്നുണ്ട്. ആ കർമ്മം നമുക്ക് തീർക്കും ഔട്ട്പുട്ട് കിട്ടും. ഇത് രണ്ടാമത്തെ മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 14-2. ആത്വാ കണ്വാ ആഹൂഷത ഗൃണ്ണന്തി വിപ്രതേധിയഃ ദേവിരഗ്ന ആഗഹി. കണ്വ വംശീയൻ എന്ന് വിളിക്കുന്ന അഗ്നിയുടെ ഗുണഗണങ്ങളെ ലോകർ പ്രകീർത്തിക്കുന്നു. അല്ലയോ അഗ്നി, നീ ദേവതകളോടുകൂടി യജ്ഞത്തിൽ ആഗതനാകൂ. ഇവിടെ പറയുന്നത് ഇത് കണ്ണഗോത്രക്കാർ എഴുതിയതാണ്. അപ്പൊ കണ്ണഗോത്രക്കാർ പറയുകയാണ്, നീ ഞങ്ങളുടേതാണ്. അപ്പോൾ നിന്നെ ഞാൻ കണ്ണഗോത്രീയർ എന്ന് പറയുന്നു എന്ന്, അതായത് നമ്മളെ ആളായിട്ട് നിന്നെ കൂട്ടുകയാണ്. അപ്പോൾ ഓരോ ആൾക്കും അഗ്നിക്ക് പക്ഷപാതമൊന്നുമില്ല, ആര് വിളിച്ചാലും ചെല്ലുക. അതുകൊണ്ട് കണ്ണഗോത്രക്കാർ അവരുടെ ആളായിട്ടാണ് അഗ്നിയെ കാണുന്നത്. എന്നിട്ട് എന്ത് പറയുന്നു, ഇപ്പോഴും ലോകത്തിലുള്ള മറ്റുള്ളവരും, കണ്ണഗോത്രക്കാർക്ക് മാത്രമൊന്നുമില്ല, ലോകത്തിലുള്ള മറ്റുള്ളവരും നിന്റെ ഗുണഗണങ്ങളെ പാടിപ്പുകർത്തുന്നു. ഇപ്പം ലോകത്തിൽ മറ്റുള്ളവർ വലിയ അഗ്നിൻ്റെ കഴിവിനെ വർണ്ണിക്കുകയാണ്. കാരണം ഊർജത്തിലൂടെയേ എന്ത് കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. ഊർജമില്ലാതെ ഒരു പരിപാടിയും നടക്കില്ല. അതുകൊണ്ട് ഊർജത്തിൻ്റെ ഗുണഗണങ്ങളെ, ഊർജത്തെ എന്തെല്ലോ തരത്തിലും നമുക്ക് ഉപയോഗിക്കാം. എന്താ ഊർജം തന്നെ പല രൂപത്തിലുണ്ട്. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, എന്തിനെല്ലാം നമ്മൾ ഊർജം ഉപയോഗിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഇന്ന് ടി വിയിലെല്ലാം പ്രോഗ്രാമെല്ലാം കാണുന്നത് ഊർജത്തിൻ്റെ വേറൊരു രൂപമാണ്. അതുകൊണ്ട് നീ ദേവതകളോടൊത്ത് വരിക. കാരണം അഗ്നി മാത്രമല്ല കർമ്മത്തിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവരും എല്ലാം ഉണ്ട്. ഇനി മൂന്നാമത്തെ മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 14-3. ഇന്ദ്രവായു ബൃഹസ്പതിം മിത്ര അഗ്നിം പൂഷണം ഭഗം ആദിത്യാൻ മാരുതം ഗണം. ഇന്ദ്രൻ, വായു, ബൃഹസ്പതി, മിത്രൻ, അഗ്നി, പൂഷ, ഭഗൻ, ആദിത്യൻ, മരുത് ഗണം, ഇവരെ ഞങ്ങൾ യജ്ഞത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ദ്രൻ, വായു. ഇന്ദ്രൻ ആരാണെന്നാണ് ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി സിസ്റ്റത്തിലുണ്ട്. ആ സിസ്റ്റമാണ് അതിനെ മാറ്റുന്നത്. നമ്മൾ സിസ്റ്റം എന്ന് പറയും, ഇവർ അതിനെ ഇന്ദ്രൻ എന്ന് പറയും. നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് കിട്ടും. ആ സിസ്റ്റം അതിനെ കൺവേർട്ട് ചെയ്തിട്ട് പ്രോസസ്സർ എന്നെല്ലാം നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറിലെല്ലാം വരുമ്പോൾ പ്രോസസ്സർ എന്നെല്ലാം പറയും. അവിടെ ഒരു സിസ്റ്റമുണ്ട്, അത് അതിനെയെല്ലാം ഏകീകരിപ്പിച്ച് ഔട്ട്പുട്ടാക്കി തരുന്നത്. അതുപോലെ ഏതിലും ഏകീകരിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയക്ക് വേദം കൊടുത്തിരിക്കുന്ന പേരാണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രനാണ് ആ സിസ്റ്റത്തിലുള്ള ആ ശക്തി വിശേഷം അതിനെ ഏകീകരിക്കുന്നത്. അതും സയൻസിലൂടെ മാത്രമേ ചെയ്യുള്ളൂ. സയൻസിൻ്റെ ശക്തിയാലാണ് അത് ചെയ്യുന്നത്. അപ്പം ഇന്ദ്രൻ. വായു വേണം. വായു ഇല്ലാതെ ഒരു കർമ്മം, ഇപ്പം അഗ്നി ഉണ്ടാക്കേണ്ടിക്കൽ തന്നെ കത്തിച്ചിട്ട് ചോറ് വെക്കുമ്പോൾ അഗ്നി ഉണ്ടാക്കേണ്ടിക്ക് തന്നെ വായു വരണം. എങ്കിലേ ഇന്ദ്രൻ വരുമ്പോൾ അല്ല അഗ്നി വരുമ്പോൾ വായു വരും. അവിടെ തീ കൊടുക്കുമ്പോൾ വായു വന്നോളൂ. അല്ലെങ്കിൽ ശബ്ദം,
ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതിന് ഇവിടെ എന്ത് വേണം? വായു ഉണ്ടത് എങ്കിലേ ശബ്ദം പോകുള്ളൂ. വായുവിലൊക്കെയാണ് ഈ ശബ്ദം തരംഗരൂപത്തിൽ പ്രവഹിക്കുന്നത്. അപ്പം വായു വേണം. അപ്പം മറ്റൊരു ദേവതയാണ് വായു. വായു നമുക്ക് ശ്വസിക്കാൻ പാടും. പിന്നെ ബൃഹസ്പതി എന്നെല്ലാം പറയുമ്പോഴും വ്യാഴഗ്രഹത്തെയായിട്ട് എടുക്കാം. അല്ലെങ്കിൽ സൃഷ്ടി സമയത്ത് ആദ്യം ഇവയെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ബൃഹസ്പതി. പിന്നെ മിത്രൻ എന്ന് പറയുമ്പോൾ അനുകൂലം. മിത്രൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, നമ്മളെ സഹായിക്കുന്നവർ. അതിന് സാധാരണ കെമിസ്ട്രിയിൽ പറയുന്ന വാക്ക് എന്ത് ഇക്വേഷൻ എല്ലാം പറയുമ്പോൾ നമ്മൾ അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയും. അനുകൂല സാഹചര്യം, അനുകൂലമായ ടെമ്പറേച്ചറും അനുകൂലമായ പ്രഷറും ഉണ്ടാകുമ്പോഴാണ് അത് മാറുന്നത്. അപ്പം അനുകൂല സാഹചര്യം വേണം. എന്ത് ഒരു ചെടി മുളക്കണ്ടെങ്കിലും അതിനൊരു അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. കാരണം വേണ്ട വെളിച്ചം വേണ്ടിക്ക് വെളിച്ചം വേണം, അധികം വെള്ളമായി പോറും. ഇങ്ങനെ ഇതിനാണ് മിത്രൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കെമിസ്ട്രിയിൽ ബാക്കിയുള്ളതിൽ അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻ, അതിനാണ് മിത്രൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? അഗ്നി. ആദ്യം ഇന്ദ്രനെയാണ് പറഞ്ഞത്, ഇപ്പോൾ അഗ്നിനെയും പറയാം. അഗ്നിയാണ് ഊർജ്ജം ഉണ്ടെങ്കിൽ. അഗ്നിയോടാണ് പറയുന്നത്, എല്ലാവരെയും കൂട്ടിയിട്ട് നേരത്തെ വരാൻ പറ്റിയിട്ട്. അപ്പോൾ ഇവിടെ ഏതെല്ലാം അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന പൊതുവായ ദേവതകൾ പറയാണ്. അഗ്നി, പുഷാവ്. പുഷാവ് എന്ന് പറയുമ്പോൾ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തിനും ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത്, അവിടെ ഓർബിറ്റുകളാണ് പങ്കെടുക്കുന്നത്. ആ പ്രത്യേക ഓർബിറ്റിലാണെങ്കിലേ രാസപ്രവർത്തനം നടക്കുകയുള്ളൂ. അതിലെല്ലാം പങ്കെടുക്കുന്ന ആറ്റങ്ങളാണ്. ആറ്റങ്ങളുടെ സ്വഭാവം കെമിസ്ട്രി പഠിച്ചവർക്കറിയാം. പീരിയോഡിക് ടേബിളിൽ നിന്നാണ് നിശ്ചയിക്കുന്നത്. എത്രാമത്തെ ഓർബിറ്റാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്, അതാണ് ആ പീരിയോഡിക് ടേബിളിൽ. പീരിയഡ് എന്ന് പറയുമ്പോൾ തന്നെ എത്രാമത്തെ ഓർബിറ്റാണ്, എത്രാമത്തെ ഗ്രൂപ്പിലാണ്. അപ്പോൾ ആ ഗ്രൂപ്പ് അനുസരിച്ചിട്ടുള്ളതാണ് പുറത്തുള്ള ഇലക്ട്രോൺ എത്ര എണ്ണം ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് രാസപ്രവർത്തനങ്ങൾ നടത്തുക. അപ്പോൾ ഇതെല്ലാം പുഷാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഭഗൻ എന്ന് പറയുന്നത് സൗഭാഗ്യം ഉണ്ടാക്കി തരുന്ന ഒരു ശക്തി വിശേഷമാണ്. പിന്നെ സൂര്യൻ, ഇതിനെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്നതിൽ ഓരോ ഗ്രഹവുമായിട്ട് ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങളാണ്. പിന്നെ മരുദ്ഗണങ്ങൾ. മരുദ്ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, കാലമാണ് ഈ പ്രവൃത്തിയെല്ലാം നിയന്ത്രിക്കുന്നത്. ചെറിയ പ്രവൃത്തിയാണെങ്കിൽ നമ്മളിപ്പോൾ ചോറെല്ലാം വെക്കുന്ന ചെറിയ പ്രവൃത്തിയാണ്. അപ്പം പക്ഷേ വേറൊരു കൃഷി നടത്തിയാണെങ്കിൽ അതിൽ കാലാവസ്ഥയെല്ലാം ഇത് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ സൂര്യനാണ് എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത്. പിന്നെ കാലാവസ്ഥയെല്ലാം ഇത് വരുമ്പോൾ ഒരു കൃഷിയെല്ലാം നടുമ്പോൾ സീസൺ നോക്കുന്നുണ്ട്. അത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഭൂമിയുടെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. മരുദ്ഗണങ്ങൾ പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പ്രപഞ്ചം 49 മരുത്തുക്കളെ കൊണ്ട് നിർമ്മിച്ചാണ്. മരുത്തുക്കളുടെ ഘടനയിൽ അതാണ് ഈ 7 ലോകങ്ങളാണ്. 7 ലോകങ്ങൾ ഓരോന്നിനെയും പിന്നെയും 7ആയി ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ 49 മരുദ്ഗണങ്ങളുടെ കൂട്ടമാണ് ഈ 7 ലോകങ്ങളിലുള്ളത്. അതെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യനും എല്ലാം ചലിക്കുന്നുണ്ട്. അപ്പം ഈ ചലനമനുസരിച്ചാണ് ഭൂമിയിലുള്ള സമയം ക്രമീകരിച്ചിരിക്കുന്നതും ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസിനെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം അതിലൂടെയാണ് എല്ലാ കർമ്മങ്ങളും, വലിയ വലിയ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ മരുദ്ഗണങ്ങളും എല്ലാം ഇതിനകത്ത് കയറി വരും. അപ്പം ഇവരെല്ലാം ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. അപ്പം നമ്മൾ ഒരു പ്രവർത്തനത്തെ നിശ്ചയിക്കുന്നത് ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. അതെല്ലാം ആശ്രയിച്ചാണ് കാര്യം നടത്തുക. ഇനി നമുക്ക് 4ാമത്തെ മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 14 4. പ്രവോ ഹ്രിയന്ത ഇന്ദ്രവോ മത്സര മാത ഇഷ്ണവ ദ്രവ്സാമത്വശ്ചമൂഷതഃ. പ്രസന്നതയും തൃപ്തിയും ഉണ്ടാക്കുന്ന സോമരസം പാത്രത്തിൽ അടച്ചു വച്ചിട്ടുണ്ട്. പാത്രത്തിൽ ഇറ്റിച്ച് അടച്ചു വെച്ചിരിക്കുന്നു. നമ്മൾ എന്ത്? ഈ സോമരസം, പ്രസന്നമായത് തൃപ്തി, നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതുമായ സോമരസം ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ പാത്രത്തിൽ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ ശുദ്ധമായിരിക്കണം, അതിനെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കണം. അതിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനെ തൃപ്തിപ്പെടുത്തിയാൽ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് തരും. തോന്നുന്ന നാറിയ അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്രയേ തൃപ്തിപ്പെടുകയുള്ളൂ.
അതല്ലേ ആ സിസ്റ്റമല്ലേ എടുക്കുന്നത്. ആ സിസ്റ്റത്തിന് അത്രയും തൃപ്തിയുള്ളൂ. അപ്പം തരുന്ന സാധനം ഒരു മാതിരിയുള്ള ചോറായിരിക്കും. അപ്പോൾ തൃപ്തിപ്പെടുത്തുന്ന സോമരസം വെച്ചിട്ടുണ്ട്. സോമരസം എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ നിലയിലാണ് കൊടുത്തിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ചായ ഉണ്ടാക്കേണ്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കരിമ്പിൻ്റെ കട്ടം കൊത്തി അതിൻ്റെ അകത്തിടാം, പഞ്ചസാരക്ക് പകരം. മധുരമെല്ലാം വരും നല്ലോണം ചൂടാക്കി കഴിഞ്ഞാൽ. പക്ഷേ രസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കരിമ്പില്ല ചണ്ടിയെല്ലാം മാറ്റിയിട്ട് ഷുഗർ എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ചോറെല്ലാം ഉണ്ടാക്കണ്ടെങ്കിൽ തവിട് മാത്രം കഴിഞ്ഞിട്ട് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ചോറ് കിട്ടുക. എല്ലാം നല്ല വെള്ള ചോറ് കിട്ടണ്ടെങ്കിൽ അതിൻ്റെ തവിടെല്ലാം കളഞ്ഞ് ശുദ്ധീകരിച്ച് കൊടുത്താൽ മതി. എല്ലാം അതിനെ പൊടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കുടിക്കേണ്ട പായസമായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണോ അതിനനുസരിച്ച് സോമരസം കൊടുത്താൽ മതി. ഇൻപുട്ട് അതിനനുസരിച്ച് കൊടുക്കണം. സോമരസം എന്ത് പറഞ്ഞിരിക്കുക? ശുദ്ധീകരിച്ച സോമരസം നമ്മൾ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതായത് ഇൻപുട്ട് റെഡിയാണ്. ഇനി സിസ്റ്റത്തിൻ്റെ പണിയാണ്. ഇവരെയെല്ലാം ദേവതകളുടെ എല്ലാം പരിപാടിയാണ് ഇതിനെ ഔട്ട്പുട്ടായിട്ട് മാറ്റുക. ഇനി അഞ്ചാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 14:5 ഈളതേ ത്വാം അവസ്യവ കണ്വാസോ വൃത്തബർഹിഷഃ ഹവിഷ്മന്തോ അരങ്കൃതഃ. ഋത്വിക്കുകൾ കുശപ്പുല്ലുകൾ വിരിച്ച് ഹവ്യാദി വസ്തുക്കളാൽ യുക്തമാക്കി കണ്വവംശജനീയനായ അഗ്നിയെ രക്ഷയാചിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഇവിടെ എന്താ പറയുന്നത്? കണ്വവംശീയനായ ഞങ്ങൾ. അതായത് ഇത് കണ്വവംശ, ആ വംശത്തിലെ ഗോത്ര ആൾക്കാർ എഴുതിയതാണ്. അപ്പോൾ നമ്മളെ ആളായ നീന്നെ അഗ്നിയോട് പറയുന്നത്, നീ നമ്മളെ രക്ഷിച്ചു തരണം. ഇതെല്ലാം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതിന് നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ചോറ് ഉണ്ടാക്കുന്നതിനാണ് നമ്മളെ രക്ഷപ്പെട്ടത്. തിന്നാലല്ലേ രക്ഷപ്പെടും. അപ്പോൾ എന്തുണ്ടാക്കുന്നുണ്ടോ നമുക്ക് വേണ്ടിയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്? കുശപ്പുല്ലുകൾ വിരിച്ചിട്ട് നിന്നെ കാത്തിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ഇത്തരത്തിൽ മാത്രമല്ല ചെയ്യുന്നത്, കുശപ്പുല്ല് വിരിച്ചിട്ടും നമ്മൾ അഗ്നിയെ കാത്തിരിക്കും. എന്തിനു വേണ്ടി? ഇന്ന് നമ്മൾ വൈദ്യുതിയിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പണ്ട് കാലത്ത് കണ്വവംശീയർ എന്ത് പറയുകയാണ്? നമ്മൾ കുശപ്പുല്ല് വിരിച്ചിട്ടാണ് നിന്നെ സ്വീകരിക്കുന്നത്, അഗ്നിയെ. അതായത് വൈദ്യുത കോയിലുകളിലൂടെ, ജനറേറ്ററിലൂടെ ആണ് വൈദ്യുതി ഉണ്ടാക്കിയിട്ടാണ് അവർ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അവര് വൈദ്യുത ഉപകരണങ്ങളെല്ലാം ഉപയോഗിക്കാനുള്ള കഴിവുള്ളവരായിരുന്നു എന്ന് ആ വംശീയർ. കാരണം അവർ ബഹിരാകാശത്ത് രക്ഷപ്പെട്ടിട്ട് പ്രളയം നടക്കുമ്പോൾ രക്ഷപ്പെട്ടിട്ട് ഉണ്ടായവരാണ് ഇവർ. അപ്പം അവർക്ക് അവരുടെ പൂർവികരെല്ലാം ഭൂമിയിൽ പ്രളയത്തിന് മുമ്പിൽ ഈ ഇൻഡക്ഷൻ കുക്കറും പ്രഷർ കുക്കറും എല്ലാം റിമോട്ടിൽ കൺട്രോൾ ചെയ്തിട്ടായിരിക്കും ഇതെല്ലാം ഉണ്ടാക്കിയിരുന്നത്. ഇൻഡക്ഷൻ കുക്കറുകാരിലൊന്നും അന്നത്തെ ഉപകരണം ചിലപ്പോൾ പാത്രമെല്ലാം അതേമാതിരി റെഡി ആയിരിക്കും. നമ്മളിവിടെ നിന്ന് ചായക്ക് സ്വിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളവും തൂറും ചായപ്പൊടിയെല്ലാം അതിൻ്റെ അകത്ത് വീണിട്ട് ചായയായിട്ട് ടാപ്പിലൂട്ട് വന്ന് നമ്മൾ മേശപ്പുറത്ത് വരും. നമ്മൾ ടാപ്പ് തുറന്നാണ്. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. അത്രയും ഡെവലപ്പായ ആ കാലഘട്ടത്തിലാണ് മനുഷ്യർ പ്രളയം വന്ന് നശിച്ചിട്ട് ഇതേമാതിരി രക്ഷപ്പെട്ട് വന്നിട്ട് പുസ്തകങ്ങൾ എഴുതുന്നത്, വേദങ്ങൾ. അപ്പം ആ കണ്വവംശീയർ കുശപ്പുല്ല് വിരിച്ചിട്ട്, അതായത് കോയിലുകളിൽ നിന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഈ കർമ്മം ചെയ്യുക, അഗ്നിയെ. അതായത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിരുന്നു എന്ന് സംശയമാണ്. എന്നിട്ട് നിന്നെ സ്തുതിച്ചിരിക്കുന്നു ഋത്വിക്കുകൾ. അന്നത്തെ കാലം അവരുടെ വംശീയർ എന്ത് ചെയ്തിട്ടുണ്ട്? കോയിൽ അഗ്നിയെ ഉണ്ടാക്കിയിട്ട് അഗ്നിയെ സ്തുതിച്ചു. നീ എന്ത് കഴിവുള്ളവനാണ്, നീ പോയിട്ട് ഭക്ഷണമെല്ലാം പെട്ടെന്ന് പാത്രം കരിക്കാതെയെല്ലാം ഉണ്ടാക്കിത്താറും. എത്ര പെട്ടെന്നാണ് ആവുക? പാത്രമൊന്നും കരിയില്ല. പെട്ടെന്ന് അതിൻ്റെ അത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അതിനെ സ്തുതിക്കണം ആ അഗ്നിയെ. അപ്പം അവരുടെ പൂർവികർ അത്രയും ഉയർന്ന നിലയിൽ അഗ്നിയെ സ്തുതിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്തിരുന്നു, വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട്. അതേപോലെ അർത്ഥമാക്കുന്നു. അപ്പം വൈദ്യുതി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
ഈ ഭക്ഷണമെല്ലാം നല്ല നിലയിൽ അഗ്നിയുടെ ആ രൂപത്തിലും നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ 6ാമത്തെ മന്ത്രത്തിൽ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 14-6 കൃതപൃഷ്ടാമനോയുജോ ഏത്വാവഹന്തി വന്നയഃ ആ ദേവാൻ സോമപീതയേ. അശ്വങ്ങൾ പൂട്ടിയ രഥത്തിൽ ദേവന്മാരുമൊത്ത് സോമപാനത്തിലായി യജ്ഞത്തിലേക്ക് വരാൻ ആഹ്വാനം ചെയ്യുന്നു. ഇവിടെ എന്ത് പറയാണെന്ന് വെച്ചാൽ, നീ ആഗ്രഹിക്കുന്ന മാത്രയിൽ തന്നെ എന്ത് ചെയ്യും, നീ രഥവുമായിട്ട് വരും. അശ്വങ്ങളെ കെട്ടിയ രഥവുമായിട്ട് വരും. അഗ്നി വരുന്നത് എങ്ങനെയാണ്? അശ്വങ്ങളെ കെട്ടിയ രഥത്തിൽ. അപ്പൊ വൈദ്യുത കമ്പിയിലൂടെ ശക്തിയിൽ അഗ്നി വരും. അതിൻ്റെ കൂടി എന്തുണ്ട്? അശ്വങ്ങളുണ്ട്. അശ്വങ്ങളെ കെട്ടിയാണ്. അശ്വം എന്ന് പറഞ്ഞാൽ ഊർജമായിട്ട് കാണും, ഹോസ് പവർ, ഊർജമായിട്ട് കാണും. അപ്പം അഗ്നി ഊർജത്തോടു കൂടിയാണ് വരുന്നത്, വളരെ വേഗത്തിലാണ് വരുന്നത്. അങ്ങനെ മറ്റുള്ള ദേവതകളോടെല്ലാം കൂടിയിട്ട് നീ ഇവിടെ വരിക. അപ്പൊ അഗ്നി വരുമ്പോൾ ദേവത എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ വരും. ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇലക്ട്രോൺ വന്നല്ലേ പറ്റും. വായുവായിട്ടെല്ലാം കൂടിയിട്ടാണ് എവിടെ വരുന്നത്? നമ്മളെ പാത്രത്തിലേക്ക് അഗ്നി വരുന്നത്. ഇനി 7ാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 14-7 താൻ യജത്രാമൃതാവൃതോഗ്നേ പത്നീവതസ്കൃതി മധ്വ സൂജിഹ്വാ പായയാം. പൂജ്യന്മാരും യജ്ഞത്തെ വളർത്തുന്നവരുമായ ദേവന്മാരെ പത്നി സമേതം മധുരമുള്ള സോമം പാനം ചെയ്യിക്കാൻ അഗ്നിയോട് പറയുന്നു. ഇവിടെ അഗ്നിയോട് പറയുകയാണ്, നീ മറ്റുള്ള ദേവതകളെ പത്നി സമേതം കൂട്ടിക്കൊണ്ടുവരിക ഈ യജ്ഞത്തെ വളർത്താൻ വേണ്ടിയിട്ട്. ഭക്തിമാരോടൊത്ത് വരണം. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു എന്തെങ്കിലും പെട്ടെന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഉപയോഗിക്കുന്നത്. ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ദേവതയാണ്. എല്ലാം ദ്വയമായിട്ടാണുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ്, അതായത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ പുരുഷ അയോണും ക്ലോറിന് സ്ത്രീ അയോണുമാണ്. ഇനി തരംഗ ഊർജം എടുക്കുകയാണെങ്കിൽ ഊർജം തരംഗ രൂപത്തിലാണെങ്കിൽ ക്രസ്റ്റും ഉണ്ട്, റഫും ഉണ്ട്. ക്രസ്റ്റിനെ മെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റേത് സ്ത്രീയാണ്. എല്ലാം ദ്വയമായിട്ടാണ്. എല്ലാം ദ്വയമായിട്ടാണ് വരുന്ന സാധനങ്ങൾക്കെല്ലാം എന്തുണ്ട്? ദ്വയ സ്വഭാവമുണ്ട്. അങ്ങനെയുള്ള വസ്തുക്കളുമായിട്ട് വരാനാണ് ഇവിടെ പറയുന്നത്. ഇനി 8ാമത്തെ ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 14-8 ഏരയജത്രായ ഈഠ്യാസ്തേ വിബന്ധു ജിഹ്വയാ മധോരഗ്നേ വഷട്കൃതി. അഗ്നിയുടെ ജിഹ്വകൾ വഴി പൂജ്യരും സ്തുത്യരുമായ ദേവഗണം മധുര രസത്തോടുകൂടിയ സോമം പാനം ചെയ്യുന്നു. അപ്പം അഗ്നി അവയുടെ ജിഹ്വയോടുകൂടി ദേവഗണങ്ങളോടൊത്ത് വന്നിട്ട് ഈ മധുരമായ സോമം പാനം ചെയ്യാൻ പറയുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ അഗ്നിക്ക് എന്തുണ്ട്? കുറച്ച് താഴ്ചയെല്ലാം ഉണ്ട്. അപ്പം അഗ്നി വ്യത്യസ്ത രൂപത്തിലുണ്ട്. ആ തരത്തിൽ വന്നിട്ട് ദേവതകളോട് വന്നിട്ട് എന്ത് വേണം? ഈ സോമം സ്വീകരിക്കാൻ പറയും. അപ്പം നമ്മൾ കൊടുത്ത ഇൻപുട്ടിനെ ഈ അഗ്നിയും വായുവും എല്ലാം വന്നിട്ട് സ്വീകരിക്കുക. അത് സിസ്റ്റം അതെടുക്കാൻ പറയുകയാണ്. ഇനി അടുത്ത 9ാമത്തെ മന്ത്രം ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 14-9 ആകിം സൂര്യസ്യ രോചനാത് വിശ്വാൻ ദേവാം ഉഷർബുധഃ വിപ്രോ ഹോദേഹ പക്ഷതി. പ്രഭാതത്തിൽ ഉണരുന്നവരായ വിശ്വദേവതകളെ സൂര്യമണ്ഡലത്തിൽ നിന്ന് വേർതിരിച്ച് യജ്ഞത്തിൽ കൂട്ടിക്കൊണ്ടുവരാൻ മേധാവിയും അഗ്നിരൂപനുമായ ഹോതാവിനോട് അഭ്യർത്ഥിക്കുന്നു.
ഇവിടെ പ്രഭാതമാകുമ്പോൾ ദേവഗണങ്ങളെയെല്ലാം, സൂര്യൻ പ്രഭാത സമയത്ത് ദേവഗണങ്ങളെയെല്ലാം, വിശ്വദേവങ്ങളെയെല്ലാം സൂര്യമണ്ഡലത്തിൽ നിന്നും വേർതിരിച്ച് ഇവിടെ കൂട്ടിക്കൊണ്ടുവരണേ എന്ന് പറയുകയാണ്. സാധാരണ ഒരു പ്രഭാതത്തിലാണ് ആ ദിവസത്തിൻ്റെ കർമ്മങ്ങൾ തുടങ്ങുന്നത്. അപ്പോഴേക്ക് സൂര്യൻ ഉദിച്ചു വരുന്നു. ആ ദേവഗണങ്ങളും എല്ലാം ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ കർമ്മത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ദേവഗണങ്ങൾ ഇത്രനായാലും എല്ലാം എന്ത് ചെയ്യും? നമ്മളെ ആ സൂര്യനാണ് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ പ്രേരക ശക്തിയും ദേവതയാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നുണ്ട് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഉദിക്കുമ്പോൾ എല്ലാവരും രാവിലെ ഭയങ്കര തിരക്കാന്നെല്ലാം പറയുന്നത്. എല്ലാവരെയും പ്രേരിപ്പിക്കുകയാണ്. ആ വരുന്ന പ്രേരക ശക്തിയും എല്ലാം എന്ത് തന്നെയാണ്? ദേവതകൾ തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാ കാര്യവും രാവിലെ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം രാവിലെയാണ് ഈ പ്രേരണ കൂടുതൽ. അപ്പം രാവിലെ എല്ലാ ദേവതകളോടും കൂട്ട് കർമ്മം ചെയ്യാൻ പറ്റിയ നല്ല സമയം രാവിലെയാണെന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നതായിട്ട് കണ്ടാൽ മതി. കാരണം എല്ലാ ഫാക്ടറിയിലും രാവിലെ ആകുമ്പോൾ ഭയങ്കര, അവിടെ ഷിഫ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഷിഫ്റ്റാണ് അവിടെ സമയത്തെ ഉദയ സമയം. കാരണം എല്ലാവരിലും ഗ്രഹ സ്വാധീനിക്കുന്ന അവരുടെ ജാതകം ആശ്രയിച്ചാണ്. 24 മണിക്കൂറും കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ചില കർമ്മങ്ങളെല്ലാം രാവിലെയാണ്. അധിക കർമ്മങ്ങളും രാവിലെ ചെയ്യുന്നതിനാണ് പ്രാധാന്യം ഉള്ളത്. ആ അർത്ഥത്തിൽ മാത്രം ഇതിനെ എടുത്താൽ മതി. ഇനി അടുത്തത് 10ാമത്തെ മന്ത്രം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 14-10. വിശ്വേഭി സൗമ്യം മധ്വഗ്ന ഇന്ദ്രേണ വായുന പിബാ മിത്രസ്യ ധാമഭിഹി. മിത്രന്റെയും ഇന്ദ്രന്റെയും വായുവിൻ്റെയും തേജസ്സോടുകൂടി സോമരസം പാനം ചെയ്യാൻ അഗ്നിയോട് പറയുന്നു. ഒരിക്കലും കൂടി പറയുകയാണ്, ഇന്ദ്രനോട് അഗ്നിയോട് പറയുകയാണ്, നീ മിത്രന്റെയോ അതായത് അനുകൂല സാഹചര്യത്തിൽ ഇന്ദ്രന്റെയോ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയെല്ലായിട്ട് വന്നിട്ട് വായുവോടും എല്ലാം കൂടിയിട്ട് വന്നിട്ട് നീ എന്ത് ചെയ്യണം? ഈ സോമം പാനം ചെയ്യണം. അപ്പം ഇവർ കൂട്ടമായിട്ട് വന്നിട്ട് കർമ്മങ്ങൾ ഏറ്റെടുക്കണം. കാരണം നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ എന്തെല്ലാം ആൾക്കാർ വേണം? പലതരത്തിലുള്ള ആൾക്കാർ അവിടെ വേണ്ടി വരും. മേസ്ത്രി ഉണ്ടാവും, കയ്യാളുണ്ടാവും, അങ്ങനെ പല ആൾക്കാരുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഈ യജ്ഞത്തിൽ നടക്കുന്നതിൽ പലതരം ശക്തികൾ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ഇന്ദ്രൻ, മിത്ര, അനുകൂല സാഹചര്യം, അഗ്നി എന്നെല്ലാമായിട്ട് വിഭജിച്ച് അവരെല്ലാം കൂടിയിട്ട് വരുന്നിട്ടാണ് ഈ കർമ്മം ഏറ്റെടുക്കുന്നത്. ഇനിയോ 11ാമത്തെ. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 14-11. ത്വം ഹോതാമനുർഹിതോഗ്നേ യജ്ഞേഷു സീദസി സേമം നോ അധ്വരം യജാം. ഞങ്ങളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട അഗ്നി യജ്ഞത്തിൽ വിരാജിച്ച് യജ്ഞത്തെ സമ്പന്നമാക്കണമേ. ഇവിടെ നമ്മൾ നടത്തുന്ന ഈ യജ്ഞത്തില് അഗ്നിയോട് പറയുകയാണ്, നീ ആദ്യം തൊട്ട് അവസാനം വരെ ഇവിടെ വിരാജിക്കണേ. അതായത് അഗ്നിയാണ് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഒരു ശക്തി അഗ്നിയാണ്. ഇന്ദ്രനും അല്ല ആദ്യം തൊട്ട് അവസാനം വരെയുണ്ട്. പിന്നെ ചിലവർ ആദ്യം മാത്രം മതിയായിരിക്കും. ഉദാഹരണമായിട്ട് അടുപ്പ് കത്തിക്കുമ്പോൾ വായു ആവശ്യമുണ്ട് കത്താൻ. അപ്പം കത്തിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുപ്പ് ഓഫാക്കി കളയും. പിന്നെ അഗ്നിയുടെ ആവശ്യമില്ല. പിന്നെ അതിൻ്റെ അകത്ത് കിടന്നിട്ട് വായുവിൻ്റെ അഗ്നിയുടെ അതായത് കെടുക്കും. അപ്പോൾ പിന്നെ ആ ഉള്ള ചൂട് വെച്ചിട്ടാണ് കാര്യം നടക്കുന്നത്. അന്നേരം പിന്നെ വായു കത്താൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. അപ്പം കത്താൻ വേണ്ട വായു അന്നേരെ ആവശ്യമുള്ളൂ. ഇതുവരെ ഈ അടുപ്പ് കത്തുന്നത് വരെ. പക്ഷേ അഗ്നി എപ്പോഴും അവിടെയുണ്ട്. കാരണം അടുപ്പ് കെട്ടാലും അതിൻ്റെ അകത്തുള്ള അഗ്നിയിലാണ് വേവുന്നത്. പിന്നെ ആ ചൂട് അതിൻ്റെ അകത്തുണ്ട്. അഗ്നി അവസാനം വരെയുണ്ട്. ഏകോപിപ്പിക്കുന്ന ഇന്ദ്രനും എല്ലാം അവസാനം വരെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് എന്ത് പറയുന്നു? നീ ആദ്യം തൊട്ട് അവസാനം വരെ ഈ യജ്ഞത്തിൽ വിരാജിക്കണേ. എന്നിട്ട് ഈ യജ്ഞത്തിൽ സമ്പന്നമാക്കണേ. അതായത് എന്നിട്ട് പൂർണ്ണമാക്കണം. നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഓഫാക്കിയിട്ട് പിന്നെ പൊടിയെല്ലാം ഇട്ടിട്ട്, ഇപ്പം കാപ്പിപ്പൊടിയെല്ലാം ഇന്നത്തെ കാപ്പിപ്പൊടിയാണെങ്കിൽ തിളച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ പൊടിയിട്ടാൽ മതി. പിന്നെ അത് ഓഫാക്കിയിട്ട് അതിൻ്റെ അകത്ത് ആ പൊടിയിട്ടിട്ട് പിന്നെ പഞ്ചസാരയിൽ ഇട്ടിട്ട് ഇളക്കിയാൽ മതി. അന്നേരം പിന്നെ കത്തേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും അഗ്നി അവിടെയുണ്ട്, ആവശ്യമുള്ള അഗ്നി അവിടെയുണ്ട്.
എന്നിട്ട് ഇനി അടുത്തത് 12-ാമത്തെ. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 14-12. ഇക്ഷ്വാഹ്യ രുഷീരഥേ ഹരിതോ ദേവരോഹിതഃ താഭിർദേവാം ഇഹാവഹാം. സ്വർണവർണ്ണത്തോടും രക്തവർണ്ണത്തോടും കൂടിയ അശ്വങ്ങളെ രഥത്തിൽ പൂട്ടിക്കൊണ്ട് അഗ്നി ദേവതകളെ യജ്ഞത്തിലേക്ക് ആനയിക്കുന്നു. ഇവിടെ അഗ്നിയോട് സ്വർണവർണ്ണത്തോട് രക്തവർണ്ണത്തോടും കൂടി എല്ലാം വരാൻ പറയുകയാണ്. അപ്പം ചിലപ്പോൾ സ്വർണവർണ്ണമായിരിക്കും. കാരണം സാധാരണ അടുപ്പിൽ കത്തുന്നത് കണ്ടിട്ടില്ലേ, ഒരുമാതിരി കരി എല്ലാം കൂടിയിട്ടുള്ളൊരു മങ്ങിയ വെളിച്ചാണ്. എന്നാൽ ഗ്യാസ് സ്റ്റൗവിലാണെങ്കിലോ വേറൊരു തരത്തിലാണ്, ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിലോ വേറെ രൂപത്തിലാണ്. അപ്പം അഗ്നി ഏതെല്ലാം തരത്തിൽ വരാം, സ്വർണവർണ്ണത്തിൽ വരാം, രക്തവർണ്ണത്തിൽ വരാം, എങ്ങനെയോ വരാം. എന്നിട്ടോ വർണ്ണത്തോടു കൂടി അശ്വങ്ങളെ കെട്ടിയിട്ട് രഥത്തിൽ വരണം എന്ന് പറയുന്നത്. അപ്പം അഗ്നി വരുന്നത് എങ്ങനെയെല്ലാം വരും, പല വർണ്ണത്തിൽ വരും. അശ്വം എന്ന് പറഞ്ഞാൽ എനർജി എന്തെല്ലാം തരത്തിൽ വരും. ഇലക്ട്രിസിറ്റി ആയിട്ട് വരാം, സാധാരണ നല്ല റെഡ് കളറിൽ വരാം, ചിലപ്പോൾ ഒരുമാതിരി കരി പുകയെല്ലാം ആയിട്ട് വരാം. അത് കത്തിക്കുന്നതനുസരിച്ച് ചിലയിടത്താണെങ്കിലും നല്ല ഗ്യാസ് സ്റ്റൗവിലുള്ള വെളിച്ചത്തിൽ വരും. ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ പിന്നെ അതങ്ങനെയാണ്. അപ്പോൾ പല വർണ്ണത്തിൽ നീ നിൻ്റെ കുതിരകളുമായി, അതായത് ആ ഊർജം പല രൂപത്തിൽ വരിക. എന്നിട്ട് ഈ ദേവതകളെയെല്ലാം യജ്ഞത്തിലേക്ക് ആനയിക്കുക. അപ്പോൾ ഒരു വർക്ക് തുടങ്ങുന്നതിനെക്കാട്ടി മുമ്പിലുള്ള ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞത്. ശുദ്ധമായ വസ്തുക്കൾ ഉപയോഗിക്കണം, എന്നിട്ട് ഇങ്ങനെ പല ശക്തികൾ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്.